പുസ്തകങ്ങളും അത് രസകരമായി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ മന്നത്ത് പത്മനാഭനോടും വളർന്ന കഴിവുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. 65-ൽ അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. അതാണ് ഇപ്പോഴും അതുള്ളതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മന്നത്ത് പത്മനാഭനും ആർ ബാലകൃഷ്ണപിള്ളയും KR സരസ്വതിയമ്മയും ഒക്കെ ഉള്ള ഒരു പാർട്ടി. അത് ഇന്നുമുണ്ട്, 5-6 പേരുകളിൽ അറിയപ്പെടുന്നെന്നുള്ളത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ മന്നം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സംഘടനയായ പാർട്ടിയിലേക്ക്, MLA യുടെ പാർട്ടിയാണ്, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, മന്നം എത്തി 67-ലെ തെരഞ്ഞെടുപ്പിൽ. ആ 67-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എൻ്റെ ഗ്രാമത്തിൽ, ഞാനന്ന് ഹൈസ്കൂളിൽ പഠിക്കുകയാണ്, അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാൻ ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. എത്ര മനോഹരമായിട്ടാണ് എതിരാളികളെ ഒക്കെ പറഞ്ഞ് എല്ലാവരും ചിരിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ്റെ വാക്ചാതുര്യം പ്രകടമായും കണ്ട എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ എന്നിൽ ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് എതിർക്കുന്നത്. മറിച്ച് അയാളുടെ മക്കൾ ഇങ്ങനെയാണ്, അയാളുടെ ബന്ധുക്കൾ ഇങ്ങനെയാണ്, അതൊരല്പം ഹാസ്യം കൂടെ ചേർത്ത് പറഞ്ഞാൽ, ഒരല്പം അശ്ലീലം കൂടെ ചേർത്ത് പറഞ്ഞാൽ ഉടൻ കൈയടിക്കും. ഇതാണ് ഇന്നത്തെ വർത്തമാന കേരളത്തിൻ്റെ സ്ഥിതിവിശേഷമെന്ന് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകണം. ജനാധിപത്യത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായി ലോകം അംഗീകരിച്ചിട്ടുള്ളത് ഗ്രീസ് എന്ന രാജ്യത്തെയാണ്. ആ ഗ്രീസിലെ ഏതൻസിലെ ജനാധിപത്യമാണ് ജനാധിപത്യ മാതാവെന്ന് അറിയപ്പെട്ടത്. പക്ഷെ 1977 ശേഷം എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഗ്രീസോ ഏതൻസോ ഒന്നുമല്ല, ഈ ഭാരതമാണ്. 77-ലെ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ അടിയന്തരാവസ്ഥ പശ്ചാത്തലത്തിൽ ഒരു പത്രം, മനോരമയോ മാതൃഭൂമിയോ ദേശാഭിമാനിയോ വീക്ഷണമോ ജന്മഭൂമിയോ ഏത് പത്രമായാലും, ജന്മഭൂമി എന്ന് അടച്ചുപൂട്ടിയ അവസ്ഥയായിരുന്നു. പോലീസുകാർ കയറി തല്ലി തകർത്ത് അടച്ചുപൂട്ടിയ അവസ്ഥയായിരുന്നു. ബാക്കി പത്രങ്ങൾ 11 മണിയോടുകൂടി അതിൻ്റെ വാർത്തകളെല്ലാം പ്രിന്റ് ചെയ്യാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ കളക്ട്രേറ്റിൽ പോയി അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സെൻസർഷിപ്പിൻ്റെ കളക്ടറോ അസിസ്റ്റന്റ് കളക്ടറോ സെൻസർഷിപ്പ് ഓഫീസറുണ്ട്. അവിടെ ചെന്ന് ഈ വാർത്ത, ദേശാഭിമാനി പത്രത്തിൻ്റെ വാർത്ത നാളെ പ്രസിദ്ധീകരിക്കേണ്ടത് കൊടുത്ത് അതിൻ്റെ അടിയിൽ ഒപ്പുവാങ്ങിയെങ്കിൽ മാത്രമേ പ്രസിദ്ധീകരിക്കാൻ സാധിക്കൂ എന്ന നില നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാനൊരു പുസ്തകം എഴുതിയ ആളായതുകൊണ്ട് എനിക്ക് പറയാം, ഗവർണർ എന്ന നിലയിലല്ല, ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി എന്ന് ഞാൻ ഇംഗ്ലീഷിൽ ഒരു പുസ്തകം എഴുതിയതുകൊണ്ട് ഞാൻ പഠിച്ച ആളാണ്. അതിനെപ്പറ്റി നമ്മുടെ പ്രധാനമന്ത്രിയാണ് അത് 2018-ൽ പുറത്തിറക്കിയത്. ഞാൻ അതിനൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ, അവരെ നമ്മൾ പറയാറുള്ളത് ഒരു പ്രത്യേക പേരിൽ അധിക്ഷേപിച്ചാണ്, കൗ ബെൽറ്റ് എന്ന് പറയാറുണ്ട്. അവർ വോട്ട് ചെയ്തപ്പം അവരാരും പത്രം വായിക്കുന്നവരല്ല, അവരാരും ചാനൽ കണ്ടുപഠിക്കുന്നവരല്ല, അവരാരും വേണ്ടത്ര വിദ്യാഭ്യാസമുള്ളവരല്ല. പക്ഷെ അവര് ജനാധിപത്യ അവബോധത്തിൽ സൂര്യനോളം അടുത്തപ്പോൾ, ഉയരത്തിലേക്ക് എത്തിയപ്പോൾ, ആകാശത്തിന് പരിധിക്കപ്പുറമായപ്പോൾ അമേരിക്കയിലെ പത്രങ്ങളാണ് പറഞ്ഞത്, ഇതാ എഴുത്തും വായനയും അറിയാത്തവരാണെങ്കിലും അവർക്ക് ജനങ്ങളുടെ ഇടയിൽ, ആ ജനങ്ങൾക്ക് ജനാധിപത്യം എന്തെന്നറിയാം, പൗരബോധം എന്തെന്നറിയാം. അതുകൊണ്ട് അമേരിക്കയിലെ പ്രധാന പത്രമാണ് ദ മദർ ഓഫ് ഡെമോക്രസി എന്ന് ഇന്ത്യയെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. നമ്മൾ ഇരുട്ടിനെ പഴിക്കുന്നതിലും ഭേദം ഇരുട്ട് കുറ്റപ്പെടുത്താം, പഴിക്കാം. പക്ഷെ അതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചമായെങ്കിലും പോസിറ്റീവായി വരുമ്പോഴാണ് ഒരു ജനത വിജയിക്കുന്നത്. ഈ മഹാമന്ത്രമാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ അടിവേരുകളിൽ ഇന്നും എല്ലാ തലമുറകൾക്ക് വേണ്ടി അടിവേരുകളിൽ ചാർത്തപ്പെട്ട
ഏറ്റവും മഹത്തായ ഒരു പൈതൃകമായി ഞാനതിനെ കാണുകയാണ്.